നമസ്കാരം, ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിജോ, ഇത് നെവ. അപ്പോൾ ഞാനും നെവയും കൂടെ രാവിലെ ജസ്റ്റ് തോട്ടത്തിലൂടെ ഒന്ന് ഇറങ്ങിയതാണേ. അപ്പോൾ ഇവിടെ കുറേ നാളിന് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് റബ്ബർ വെട്ടാനായിട്ട് തുടങ്ങിയത്. ഇന്ന് വെട്ടുന്നില്ല, നല്ല മഴയായിരുന്നു രാവിലെ. അപ്പോൾ നെവയ്ക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ട, ശനിയാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ തോട്ടമൊക്കെ ഒന്ന് കണ്ട്, അതേപോലെ ഞങ്ങളുടെ അവിടെയുള്ള കുറച്ച് വാഴ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോകാനുള്ള പ്ലാൻ ഇട്ടേക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് പറയാം, കുറേ നാളായിട്ട് നമുക്ക്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു തോട്ടിന്, ഇതൊരു ചരിഞ്ഞ പ്രദേശം. ഇവിടെ നമ്മൾ ഫുള്ള് റബ്ബറാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു നിരന്നൊരു പ്രദേശമുണ്ട്, അവിടെയാണ് ശരിക്കും നമ്മൾ പച്ചക്കറി എല്ലാം കൃഷി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ അധികം വർഷമായിട്ട് നമുക്ക് പന്നിയുടെ ശല്യം ഭയങ്കര കൂടുതലായതുകൊണ്ട് യാതൊരു രീതിയിലുള്ള കൃഷി നടന്നില്ല. അപ്പോൾ നിങ്ങൾ മാറ്റി തലേന കൂടി അങ്ങ് മാറ്റി. അപ്പോൾ നടന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഈ വർഷം ഉണ്ടല്ലോ, പന്നിയുടെ ശല്യം തീരെ ഉണ്ടായിട്ടില്ല. എൻ്റെ ഈ ഒരു മേഖലയിൽ, കൊല്ലം ജില്ലയുടെ ഈ ഒരു കിഴക്കൻ മേഖലയിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, പന്നി കൂട്ടമായിട്ട് ഇവിടെ നിന്ന് മാറി ഒന്നെങ്കിൽ മറ്റെങ്ങോട്ടോ പോയിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കുറേ പന്നിയൊക്കെ ചത്തുപോയിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു മേഖലയിലോട്ടിപ്പോൾ പന്നിയുടെ ശല്യം കുറവാണ്. അത് എൻ്റെ ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് പന്നിയുടെ ശല്യം ഒരുപാട് രൂക്ഷമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഒരു പകൽ പോലും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതിലേ കൂടെയൊക്കെ പന്നി പകലൊക്കെ ഓടുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ പന്നിയൊന്നും കാണാറേ ഇല്ല. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വാഴത്തോട്ടത്തിലോട്ട് എത്താറായിട്ടുണ്ട്. എത്തിയാനേ വാ. നടക്കുന്നുണ്ടോ? തന്നെ നടക്കുമോ? അതിന്താ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണതാ. ഇത്രയും വലിയൊരു കൊച്ചിനെയാ എടുത്തോണ്ട് നടക്കുന്നതേ. LKG പഠിക്കുന്ന LKG വിദ്യാർത്ഥിയാ. എന്നിട്ട് ടീച്ചർ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ നിന്നെ അവിടെ നിർത്തുമ്പോൾ നീ എന്താ ചെയ്യുന്നേ? എന്തോ നോക്കുന്നേ? ആരെങ്കിലും സംസാരിച്ചാൽ ടീച്ചർ വരുമ്പോൾ പറയാം. എൻ്റെ അടുത്ത് ടീച്ചർ എന്തോ പറഞ്ഞതെന്നറിയാമോ? നെവയെ ക്ലാസ്സിൽ ലീഡറാക്കി നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ നെവയായിരിക്കും ആദ്യമേ സംസാരിക്കുന്നത്. നെവ എല്ലാവർക്കും പാട്ട് പാടി കൊടുക്കും. അതുകൊണ്ട് നെവയെ ലീഡറാക്കാൻ പറ്റത്തില്ല. നെവയെ ലീഡറാക്കി കഴിഞ്ഞാൽ നെവയെ ചെന്ന് എല്ലാവരോടും അങ്ങോട്ട് പോയി സംസാരിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നെവ പാട്ടും പാടി കൊടുക്കും. ശരിയല്ലേ? ആണോ? പാട്ട് പാടി കൊടുക്കുന്നില്ലേ? അത് മോശമായി പോയി. ഒന്നുമില്ലെങ്കിലും കുറച്ച് പാട്ടെങ്കിലും പാടി കൊടുക്കണ്ടേ? വെറുതെ എന്തിന്? അത് എന്തിന് എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈൽ കേട്ടോ. അതെങ്ങനെ കയറി കൂടിയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നമുക്ക് ഇതിലേ കൂടെ തന്നെ താഴേക്ക് ഇറങ്ങാം. ഇവിടെ ശരിക്കും കാടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഴ കൃഷി ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ കേറ്, തോട്ടത്തിൽ കേറ്. എളിയൊരു വാഴ പറഞ്ഞടി അവിടെ ഇരിക്കേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാടി കിടക്കണം. അപ്പോൾ അതിന് ശേഷമാണ് അങ്ങോട്ട് നമുക്ക് പോകേണ്ടത്. നോക്കട്ടെ, പ്ലാൻ ബി. കാലിവിടെ വെള്ളത്തിൽ താഴാനുള്ള സാധ്യത ഉണ്ട്. നെവാ സാരമില്ല. അതിനകത്ത് മീനുണ്ടല്ലോ. നോക്കി കണ്ടോ? കണ്ടോ? ചെറിയ മീനെ കണ്ടോ? അപ്പൊ ചാടുക. എന്തായതാണ് നമ്മൾ വാഴ നട്ടിരുന്ന സ്ഥലം. എന്താ ഒരു വാഴ ഇവിടെ മറിഞ്ഞു കിടക്കുന്നു. ആ കുളം അടി ചുറ്റും കാണുന്നത്. നില ഇവിടെ നിന്നേ, അത് ചിലന്തി വലയാ. അപ്പം എടുത്ത് കളയാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനെ നടുക്ക് നട്ടിരുന്ന കുറച്ച് വാഴ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചീര നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി. ചിലക്ക് അപ്പോൾ കളയാം, കുഴപ്പമില്ല. ഭയങ്കര കട്ടി. അപ്പോൾ വാഴയൊക്കെ ഏകദേശം കുടമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൊലക്കിറക്കിയായി വരുന്ന വാഴകളായത്. ഈ വാഴ ഇന്ന് നോക്കണം. പറഞ്ഞത് മണ്ണില്ലാഞ്ഞിട്ടാണ്, എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഇത് നൂത്തെടുക്കണം. എന്തോനെ കൈ മൊത്തം? അത് സാരമില്ല, അതിപ്പോൾ അങ്ങ് പൊക്കോളും. എന്തുവാ
വെള്ളം ഗ്രീൻ കളറായിട്ട് കിടക്കുന്ന അതിന്റെ മണ്ടയിൽ ഒരു പായലുണ്ട്, കാണുന്നുണ്ടോ? അത് അവിടെ പായൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. വെള്ളം ആ കളർ തന്നെ, അതിന്റെ മണ്ടയിൽ ഒരു പായൽ ഇങ്ങനെ കിടക്കുന്നേ പോലെ. അതിന്റെ മണ്ടയിൽ ഗ്രീൻ കളറിലുള്ള ഒരു പായലാ. വെള്ളത്തിൽ കുളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേണ്ട. വെള്ളത്തിൽ ഇറങ്ങാൻ ആഗ്രഹമുണ്ടോ? അതെന്താ? നിന്റെ കാലം നനയ്ക്കണ്ട. ഇറങ്ങിക്കോ. മതിയോ? മതി, കേറ്. അപ്പൊ നമുക്ക് വന്ന വഴിയെ കൊടുത്ത നമുക്ക് തിരിച്ച് പോവാം. കേറ്. കയറിയിരിക്കേ. അങ്ങനെ നമ്മള് തിരിച്ച് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പോവാം. നാളെ ഉണ്ട്. വീഡിയോ എടുക്കേണ്ടപ്പോഴൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. പറിച്ചോ? ഇല്ല, ഏതാ? പറിച്ചോ നീ? ഇല്ലടി, പറിച്ചോ? പറിക്കത്. ഇത്ര പാടോ? കുരുമുളകാ അത്, കുരുമുളക്. പറിച്ചോ? സാരല്ല, എടുത്തോ. വാ, നടന്നോ? കയറുവോ തന്നെ? നീ വേണേ തണ്ടി പിടിച്ചോ, പിടിച്ചോട്ടെ. നടക്ക്. വേണ്ട വേണ്ട, ഞാൻ എടുക്കാം. കയറാൻ പറ്റുന്നില്ല എന്നെ. കയറിക്കോ. പുറമൊത്തം ചെളിയാ? അടിപൊളിയല്ലേ? വീട്ടിൽ ചെന്നിട്ട് കാലും കഴുകി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്താ? ഓക്കെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പക്ക് വേറെ 2 വീഡിയോ എടുക്കാൻ പോകണം. പിന്നെ ഇന്ന് തൈ നിറയ്ക്കാൻ ആളുണ്ട്. പിന്നെ ഓഫീസിൽ പോകണം. ഇത്രയും കാര്യങ്ങളുണ്ട്. ടാറ്റാ, ബൈ.